മൃതദേഹത്തിനരികിൽ സങ്കടമൊന്നുമില്ലാതെ നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ നാട്ടുകാർ തമ്മിൽ പറഞ്ഞു, മരിച്ചത് ഇവന്റെ പെങ്ങൾ തന്നെയല്ലേ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് ഒരു സാധാരണ കർഷക കുടുംബം. ബെന്നി, ഭാര്യ, മകൻ ആൽബിൻ, മകൾ ആൻമരിയ. 2020 ഓഗസ്റ്റ് 3. ആൻമരിയയ്ക്ക് വയറുവേദനയും ഛർദിയും. ക്ലിനിക്കിലും ജില്ലാ ആശുപത്രിയിലും പരിശോധന. ഡോക്ടർമാർ സംശയിച്ചു ഇത് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങളാണ്. തുടർന്ന് ആയുർവേദ ചികിത്സ നൽകാനായി കുടുംബം കണ്ണൂരിലേക്ക് ഒരു ബന്ധുവീട്ടിലേക്ക് മാറി. എന്നാൽ ഓഗസ്റ്റ് 5 ആൻമരിയുടെ ആരോഗ്യനില പെട്ടെന്ന് വഷളായി. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരണം. മകൾ മരിച്ച് 3 ദിവസത്തിനുള്ളിൽ അച്ഛൻ ബെന്നിയും വീണു. കരൾ 80% തകരാർ. ഡോക്ടർമാർ പറഞ്ഞു ജീവൻ അപകടത്തിൽ. ആൻമരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. മരണകാരണം മഞ്ഞപ്പിത്തമല്ല, എലിവിഷം. ബെന്നിയുടെ രക്തത്തിലും അതേ വിഷം. 4 അംഗ കുടുംബത്തിൽ 2 പേർക്ക് മാത്രം വിഷബാധ. ലോക്ക്ഡൌൺ. പുറത്തുനിന്ന് ആർക്കും എത്താനാവില്ല. പോലീസിന് സംശയം വളർന്നു. വൈദ്യപരിശോധനയിൽ അമ്മയുടെ ശരീരത്തിൽ ചെറിയ അളവിൽ വിഷം. മകൻ ആൽബിൻ ഫലം നോർമൽ. പിന്നീട് അമ്മയുടെ മൊഴി കേസ് തന്നെ തിരിച്ചു. ഐസ്ക്രീം വീട്ടിലുണ്ടാക്കി കഴിച്ചിരുന്നു. ആൽബിൻ പറഞ്ഞു എല്ലാവരും കഴിച്ചുവെന്ന്. താൻ പ്രമേഹ രോഗി ആയതുകൊണ്ട് കഴിച്ചില്ലെന്നും ആൽബിൻ കാര്യമായി കഴിച്ചില്ലെന്നും ബെന്നിയും ആൻമരിയുമാണ് അത് മുഴുവൻ കഴിച്ചതെന്നും അമ്മ പോലീസിനോട് വെളിപ്പെടുത്തി. അവിടെയാണ് പോലീസിന് ആദ്യ സൂചന. കഠിനമായ ചോദ്യം ചെയ്യലിൽ ആൽബിൻ ഒടുവിൽ കുറ്റം സമ്മതിച്ചു. സ്വത്ത് സ്വന്തമാക്കാൻ, ജോലിക്ക് പോകാതെ ആഡംബരമായ ജീവിതം, കാമുകിയുമൊത്ത് ജീവിക്കാനുള്ള ആഗ്രഹം എല്ലാം ചിന്തിച്ച് അച്ഛൻ വാങ്ങി നൽകിയ സ്മാർട്ട് ഫോണിലൂടെ വിഷപ്രയോഗങ്ങളെക്കുറിച്ച് അവൻ വിശദമായി തന്നെ പഠിച്ചു. ആദ്യം ചിക്കൻ കറിയിൽ വിഷം കലർത്തി. പക്ഷേ ശ്രമം പരാജയപ്പെട്ടപ്പോൾ 2 തവണയായി ഐസ്ക്രീമിൽ എലിവിഷം കലർത്തി. സഹോദരി തന്റെ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് വീട്ടിൽ പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയതും പകയ്ക്ക് കാരണമായി. സഹോദരിയുടെ ശവസംസ്കാരത്തിൽ പോലും കണ്ണ് നനയാതെ നിന്ന ആൽബിനെയാണ് പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ ചോദ്യമൊന്നു മാത്രം, ആഡംബര ജീവിതത്തിന് വേണ്ടി സ്വന്തം രക്തബന്ധങ്ങളെ പോലും ത്യജിക്കുന്നവർ സമൂഹത്തിൽ എത്ര പേർ ഇനിയും മറഞ്ഞിരിക്കാം. ഇവരെല്ലാം വഞ്ചിച്ച ഈ ക്രൂരതയ്ക്ക് എന്താണ് യോജിച്ച ശിക്ഷ? നിങ്ങൾ തന്നെ പറയൂ. കൂടുതൽ ക്രൈം സ്റ്റോറീസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. താങ്ക് യു.